ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വണക്കമാസത്തിന്റെ 8ാം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. 2ാം ലോക മഹായുദ്ധകാലത്ത് ഭൂമിയിലെ ഏറ്റവും ഭീകരമായ നരകമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഇരുണ്ട തടവറയിൽ അടയ്ക്കപ്പെട്ട ധീരനായ പോളിഷ് സൈനികനാണ് സ്റ്റെഫാൻ ജാസിയാൻസ്കി. വെളിച്ചം കടക്കാത്ത ബ്ലോക്ക് 11-ലെ ഒരു ചെറിയ കോൺക്രീറ്റ് മുറിയിലെ ക്രൂരമായ മർദ്ദനങ്ങളും പട്ടിണിയും കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ശക്തി കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. ശത്രുക്കളോടുള്ള വെറുപ്പ് ഹൃദയത്തെ വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ ഉറപ്പിച്ചു, ഈ ഇരുട്ടിൽ ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കും. എഴുതാനോ വരയ്ക്കാനോ യാതൊരു ഉപകരണങ്ങളും ഇല്ലാതിരുന്ന ആ മുറിയിൽ സ്റ്റെഫാൻ തന്റെ സ്വന്തം വിരലിലെ നഖങ്ങൾ കൊണ്ട് ചുവരിലിട്ടുരച്ചു ചോരയൊഴുക്കി ഈശോയുടെ തിരുഹൃദയ രൂപം വരച്ചെടുത്തു. ശത്രുക്കളെ വെറുക്കാതിരിക്കാനും അവരോട് ക്ഷമിക്കാനും ആ നരകത്തിലും പ്രത്യാശ കൈവിടാതിരിക്കാനും അവൻ ആ ചിത്രത്തിലേക്ക് നോക്കി നിരന്തരം പ്രാർത്ഥിച്ചു. 1945 ജനുവരി 1-ന് അവൻ ആ തടവറയിൽ വെച്ച് മരണമടഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്റ്റെഫാൻ തന്റെ ചോരയും നഖങ്ങളും കൊണ്ട് വരച്ചു തീർത്ത ആ തിരുഹൃദയ ചിത്രം ഇന്നും ഔഷ്വിറ്റ്സിലെ ആ ഇരുണ്ട സെല്ലിൽ ഒരു വലിയ സാക്ഷ്യമായി നിലകൊള്ളുന്നു. ഇന്നത്തെ ധ്യാനം. മനുഷ്യന്റെ ശരീരത്തെ തടവിലാക്കാൻ ലോകത്തിന് കഴിഞ്ഞേക്കാം, എന്നാൽ ഈശോയുടെ തിരുഹൃദയത്തിലുള്ള അവന്റെ വിശ്വാസത്തെയും പ്രത്യാശയെയും തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളും ഇരുട്ടും വന്നാലും ഈശോയുടെ തിരുഹൃദയം നമുക്ക് എപ്പോഴും പ്രത്യാശയുടെ പ്രകാശമായി കൂടെയുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, വേദനകളുടെയും നിരാശയുടെയും തടവിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം കണ്ടെത്താൻ സ്റ്റെഫാൻ ജാസിയാൻസ്കിക്ക് അങ്ങ് കരുത്തു നൽകിയല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പരാതിപ്പെടാതെ അങ്ങയുടെ സ്നേഹത്തിൽ മുറുകെ പിടിക്കാനും അങ്ങയെപ്പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ സുഗന്ധ ജപം. ഈശോയുടെ തിരുഹൃദയമേ, അന്ധകാരത്തിൽ പ്രത്യാശയായി എന്റെ ഹൃദയത്തിൽ വസിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, അന്ധകാരത്തിൽ പ്രത്യാശയായി എന്റെ ഹൃദയത്തിൽ വസിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, അന്ധകാരത്തിൽ പ്രത്യാശയായി എന്റെ ഹൃദയത്തിൽ വസിക്കണമേ.